ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഞാനും ഏട്ടനും ഇപ്പോൾ ഒന്ന് കാറിൽ പുറത്തേക്ക് ഇറങ്ങി. കാറിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനുണ്ട്. പിന്നെ പുകേൻ്റെ ടെസ്റ്റ് നമുക്ക് റിന്യൂ ചെയ്യണം. പിന്നെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഒരു LPGയിൽ കയറിയിരിക്കുകയാണ്. ഇതാ ഇവിടെ നോക്ക്, LPG അടിച്ചിട്ടുണ്ട്. ഇത് ഈ വീഡിയോ എടുക്കുമ്പോഴേ, ഈ ഫോണിൽ എടുക്കുമ്പോൾ ഇത് നമുക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റില്ല. കട്ട് ചെയ്തിട്ട് വേണം, പിന്നെ നെക്സ്റ്റ് വീഡിയോ വേണം നമ്മളിത് സ്ക്രീൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനതൊന്ന് കാണിച്ചു തരാം എവിടെയാണ് നമ്മളുള്ളതെന്ന്. ഇതൊരു പ്രൈവറ്റ് LPGൻ്റെ പമ്പാണേ. അതാ അത് കണ്ടോ, ഹൈ ഡ്രൈവ് വേൾഡ് ക്ലാസ് ഓട്ടോ LPG. പിന്നെ അവരുടെ ഒരു ടാങ്കർ ലോറി ഇവിടെയുണ്ട്. എന്താ ചേച്ചിയായിരുന്നു ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രവർത്തന സമയം 6 AM to 9:30 PM. ഇത് തമ്മനം റോഡിലാണ്. തമ്മനം എത്തണ്ട, പാലാരിവട്ടത്തുനിന്ന് തമ്മനം എത്തുന്നതിന് മുമ്പായിട്ടുള്ളതാണ്. ബില്ല് വാങ്ങിച്ചില്ലല്ലോ നമ്മള്, തന്നോ? ഈ സൈഡ് ഓക്കെ. ഇപ്പോൾ നമ്മൾ പെട്രോളെല്ലാം അടിച്ചിട്ട്, പെട്രോളല്ല LPG അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി തമ്മനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് പുകേൻ്റെ റിന്യൂ ചെയ്യല്ലേ സർട്ടിഫിക്കറ്റ്. 6 മാസം കൂടുമ്പോൾ, എല്ലാ വണ്ടികൾക്കും 6 മാസം കൂടുമ്പോഴാണോ? അല്ല, എവറി 1 ഇയറോ? 6 months. ഇപ്പം നമ്മുടെ ജൂപ്പിറ്ററിന് 1 year. അപ്പോൾ 1 year കഴിഞ്ഞ് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 1 year മതിയോ? നമ്മളിവിടെ എത്തി. വാഹന പുക പരിശീലന പൊല്യൂഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് സ്ക്രീന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് അങ്ങോട്ട് ആക്കി കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെയാണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് CNG LPG കിട്ടി. ഇവർ നമുക്ക് കൺവേർഷൻ ചെയ്ത് തരും കേട്ടോ കാറൊക്കെ. ഇത് തമ്മനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇല്ലേ, സ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. ഇതാ നോക്കൂ, ഡീസൽ പെട്രോൾ CNG ഗവൺമെൻറ് അംഗീകൃത ഓൺലൈൻ വാഹന പുക പരിശോധന കേന്ദ്രം. സൺഡേ സർവീസ് ഉണ്ടേ. ഇപ്പോൾ സൺഡേ ആർക്കെങ്കിലുമൊക്കെ, എല്ലാവർക്കും ഹോളിഡേ ഒക്കെ കിട്ടുന്നത് സൺഡേ അല്ലേ. ആ സമയത്ത് ഇവിടെ വന്നാൽ നമുക്ക് നോക്കാൻ പറ്റും. നേരെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് CNG LPG ഫിറ്റ്മെൻറ്റ് സെൻറ്റർ ഓട്ടോ ഗ്യാസ് സർവീസ്. ഇത് നമുക്കിവിടെ CNG LPG ടാങ്ക് ഇവരെ ആക്കിയും തരും. എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. ഇവിടെ ഉള്ളത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, ബിനു എന്നാണ് പേര്. അദ്ദേഹം തന്നെയാണ് നമുക്കിവിടെ ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എറണാകുളത്ത് തമ്മനത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അതെ, ഏട്ടനെ കറക്റ്റായിട്ട് കാണാം. ക്ലാസ്സിൽ കറക്റ്റായിട്ട് ഏട്ടൻ അവിടെ നിൽക്കുന്നതാണ്. ഏട്ടൻ അറിയണത്തില്ല കേട്ടോ. എന്താ പാട്ട് പഠിക്കേ? എങ്ങനെ കയറ്റ് വേണല്ലോ, ഇത് ക്ലച്ച് വിട്ടോണ്ട് എങ്ങനെ പോണേ? അതെങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഈശ്വര, ഇപ്പൊ ചവിട്ടി ഇപ്പൊ ക്ലച്ചിലേ ഉള്ളേ.
ഇറക്കം അങ്ങനെ പോകാൻ പറ്റില്ല അല്ലേ? കയറ്റം ആ ഏറ്റവും നോർമൽ റോഡും പറ്റുമോ? ആ അവിടെ ലെഫ്റ്റിലായിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മള് കൊറേ പ്രാവശ്യം ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്കുന്ന് ഇത് പ്രശ്നമാവോ? ബ്രേക്ക് പിന്നെ കിട്ടാണ്ട് ചൂടായിട്ട് അതിന്റെ ആ റബ്ബർ ബൂട്ട് ചൂട് ഉരുകി പോകും. ഉരുകി പോകുമ്പോ അതില് ലീക്ക് വരുമ്പോ അവിടെ ചവിട്ടുമ്പോ കിട്ടൂല. അങ്ങനെയാണ് അത്. അല്ല, ഓയിൽ അതിനകത്ത് കൂടെ പാസ് ചെയ്തോണ്ടിരിക്കുവല്ലേ? പാസ് ചെയ്യുമ്പോ അവിടെ ലീക്ക് ആവും. കുറെ നേരം ചവിട്ടി ഓടിക്കുമ്പോ അത് ചൂടാവും. ചൂടായിട്ട് അവിടെ ഉരുകി പോകും. എന്താ ചൂടാവുന്നത്? ഒരു സിലിണ്ടറാണ്. സിലിണ്ടറിന്റെ എക്സ്പാൻഷൻ ചെയ്യുന്ന റബ്ബർ ബൂട്ടാ. ആ റബ്ബർ ബൂട്ട് ചൂടാവും. ഓവർ ഹീറ്റ് ആയിട്ട് അവിടുന്ന് അതില് പൊട്ടിയിട്ട് അതില് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവും. അപ്പൊ പിന്നെ ചവിട്ടുമ്പോ കിട്ടൂല. അങ്ങനെയാണ് ബ്രേക്ക് പോയി എന്ന് പറയുന്ന സംഭവം അതാണോ നോർമലി? പല സ്ഥലത്ത് ഒന്ന് അവിടെ പോവാം. പിന്നെ അതിന്റെ ചൂടായി കഴിഞ്ഞിട്ട് അതിന്റെ ജോയിന്റ് കണക്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. കണക്ടറിന്റെ ആ ജോയിന്റിന്റെ ഇടയ്ക്ക് ലീക്ക് വരാം. അല്ലെങ്കിൽ ഓയിൽ സിലിണ്ടർ ഉണ്ട്, ഓയിൽ ക്യാരി ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ശേഷം മെയിൻ ആയിട്ട് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞാൽ ചവിട്ടി ഓടിക്കുമ്പോ ബ്രേക്ക് ഡ്രമ്മിനകത്താണ്. ഡ്രമ്മിനകത്തെ സിലിണ്ടറാണ് ലീക്ക് ആവുന്നത്. ദിലീപിന്റെ പുതിയ സിനിമയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ബ്ലോക്ക് നോക്കി എന്തോരം ബ്ലോക്കാ ഈ ഇപ്പം. നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടപ്പള്ളിയില് ഈ പാലത്തെ മാത്രം ബ്ലോക്ക് ഇല്ലാണ്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി രണ്ട് സൈഡും ബ്ലോക്ക് ആയിരുന്നു. പള്ളിന്റെ സൈഡും ബ്ലോക്ക്, ലുലുമാളിന്റെ സൈഡിലും ബ്ലോക്ക് ആയിരുന്നു. എവിടെ സൈഡ് അകത്തോ വന്നിട്ടുണ്ടല്ലോ സ്കൂള്. അതിനകത്ത് വണ്ടി കയറ്റിവിടോ? അതിനകത്തോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. അത് ക്രിക്കറ്റിന്റെ വേണ്ടിട്ടുള്ളതല്ലേ അവിടെ ഒരു ചെറിയത്. ഫുട്ബോളാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക, കാരണം നിങ്ങളുടെ ശക്തി അവൈലബിൾ. പണ്ടൊക്കെ പെരുന്നാളിൽ ഈ കടകളൊക്കെ കയറി ഇറങ്ങി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാണാനായിട്ടൊരു പക്ഷെ നമ്മള് ആലുവയില് പോയിട്ട് നല്ല അടിപൊളിയല്ലായിരുന്നു? സൂപ്പറായിരുന്നു. അവിടെ നമ്മുടെ ബാക്കിലാണ് ആംബുലൻസ് വരുന്നത്. സൈഡാക്കിക്കോ. അതെ, പുറയിലാണ്. നമ്മുടെ സൈഡാണോന്ന് ഏതാന്ന് ചിലപ്പോ അറിയാൻ പറ്റില്ല. അങ്ങനെയല്ല കുട്ടി, പക്ഷെ അവിടുന്ന് അങ്ങോട്ടാണോ പോകുന്നത് അതോ നമ്മള് പോകുന്ന വഴിക്ക്? അങ്ങനെ അതാ പറയുന്നത്, മനസ്സിലായോ? നമ്മുടെ സൈഡാണോന്ന് ചോദിച്ചാൽ ഇവിടെയാണോ നമ്മുടെ ട്രാക്കാണോ നോക്കുമ്പോഴാണ് പറയേണ്ടതല്ലേ? ഓക്കെ, വലിയ ആംബുലൻസാ. ആന്റി, ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് കുറെ ദൂരമില്ലല്ലോ, അടുത്തല്ലേ? അടുത്ത പേടിപ്പിക്കില്ല. കൊച്ചൊരു തരത്തിലാ വണ്ടി ഓടിക്കണേ. നോക്കണേ, എന്തുവാ അങ്ങനത്തെ സൗണ്ട്? മൂന്നാർക്ക് പോയല്ലേ? ചുമ്മാ ഓരോരോ ആഗ്രഹങ്ങളാ. അപ്പൊ ഗൈസ്
നമ്മൾ വീടത്തറായിരിക്കുന്നു. നമ്മൾ നമ്മൾ ഗ്രീൻ ലീഫ് എടുത്തിരിക്കുന്നു. നമ്മള് ഈ അങ്ങോട്ടാണ് നേരെ പോവാം. നമ്മൾ ആ വഴി കൂടെ പോയിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ചക്ക ചക്കയാ അന്ന് നമുക്ക് കിട്ടിയ ചക്ക സൂപ്പർ ചക്കയായിരുന്നു. ഉയ്യോ എന്നാ ടേസ്റ്റ് ആയിരുന്നു. ആണോ? ചക്കയ്ക്ക് അകത്ത് വെള്ളം കയറുന്നു. ആ തൊലിനകത്ത് കൂടെ വെള്ളം കയറുവോ? ഓ ഓൾറെഡി വെള്ളം കയറി നമ്മ പറഞ്ഞു. കളിക്കണ ജമിനി ജമിനി ആടി കളിക്കണ ജമിനി ജമിനി. അതെവിടെ നിന്ന് കിട്ടി നിനക്ക് ആ പാട്ട്? എനിക്കറിയാൻ വേണ്ട. അത് വേറെ തരത്തിലല്ലേ? നെഞ്ചത്ത് പിടിക്കത് ജമിനി 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 ഇങ്ങനെയൊക്കെ ഓപ്പോടെ 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 ഓപ്പോടെ. ആ ലെനമോളോ ചേച്ചി ജിമ്മി പോണെന്ന് പറഞ്ഞിട്ട് പോയാ? വയ്യ അവൾക്ക് ഈ തൊണ്ടവേനയും തലവേനയൊക്കെ എടുത്തിട്ടേ 2 ദിവസമായിട്ട് തലവേദനയാ. ഇൻഡിക്കേറ്റർ ഇടട്ടെ? എനിക്കുമില്ലേ തലവേദന. അയ്യോ മിണ്ടാതെ എന്നോട്. തലവേദനയോട് കേൾക്കാൻ തലവേദന കേൾക്കാനിരിക്കും എൻ്റെ തലവേദന എടുക്കാൻ. എത്ര കിലോക്കാ? 1000 രൂപ. 1000 രൂപ ഒന്നും പറയില്ലേ ഡോക്ടർ ശോഭ. നമ്മളങ്ങനെ വീട്ടിലേക്കുള്ള റോഡിലേക്ക് കയറി. ചങ്ങമ്പുഴ റോഡ്. റോഡ് വന്നേ. ഹലോ. നമ്മള് ഇൻഷുറൻസ് ഒക്കെ പോയി എടുത്തു. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ നിന്നാണ് പോയി എടുത്തത്. സ്കൂട്ടറിന്റെയും ഇൻഷുറൻസിന്റെ കാലാവധി തീർന്നിരിക്കുകയാണ്. നമ്മൾ അതും എടുത്തു, കാറിന്റെ എടുത്ത്. ഇപ്പൊ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, എല്ലാവരും വണ്ടീൻ്റെ ഒക്കെ പൊല്യൂഷൻ ടെസ്റ്റും ഇൻഷുറൻസും ഒക്കെ കറക്റ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് എടുക്കുക. പിന്നെ വേറെ ഇനി എന്തെങ്കിലും നിനക്ക് പറയണ്ടോ? ആദ്യവാന കഴിഞ്ഞെൻ്റെ ഹാങ് ഓവറിലാണ്. അതാ മൈൻഡ് ചെയ്യാം. ആദ്യവാനന്റെ വീഡിയോ കാണാത്ത പോയി കാണുക. അതെ, ആദ്യവാന വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്തിടാൻ. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.